ഹലോ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് താമസിച്ച് എണീറ്റത് കാരണം ഇന്ന് സ്കൂളിലല്ല, അതുകൊണ്ട് താമസിച്ച് എണീറ്റത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ചാനക്കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അവിടെ കൊണ്ടാക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് അതുകൊണ്ട് വിചാരിച്ചു കുഞ്ഞൊരു മോർണിംഗ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയ്യോ കല്യാണി പണി തുടങ്ങി. ഇതാണ് കേട്ടോ എൻ്റെ അടുക്കള. ഇരിക്കുന്ന ആളാണ് കല്യാണി, പാത്രം കൊണ്ടിരിക്കുക രാവിലെ. അവിടെ ബഹളം കാണിച്ചപ്പോൾ ഞാൻ പിടിച്ച് ഇരുത്തിയ കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ താഴെ ഉപ്പുമാവോ ഇനി ചപ്പാത്തി ഉണ്ടാക്കി തരാം അമ്മ. ചേച്ചി ബ്രഷ് ചെയ്തില്ല, ചേച്ചി ബ്രഷ് ചെയ്തിട്ട് കുറുക്കാച്ചി തരട്ടാ. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ചായയും കാപ്പിയൊന്നും കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, കുറേ നാളായിട്ട് ഞാൻ നിർത്തി വെച്ചേക്കുക. കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഞാനൊരു ഹോമിയോ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞ് കോപ്പിയും കുടിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ വല്ല ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ വെറും വെള്ളം മാത്രമേ കുടിക്കുന്നത്. ഞാൻ വെള്ളം കുടിക്കാൻ കണ്ടിട്ട് കല്യാണം എവിടെ നിന്ന് ചോദിക്കുക, അമ്മയും സൂപ്പറാണ്. അപ്പം ഞാനിങ്ങനെ സൂപ്പറെന്ന് പറയണം. അത് വെള്ളമല്ല, ഏത് സാധനം കഴിച്ചാലും ആദ്യം ഉള്ള ചോദിക്കും നമ്മൾ സൂപ്പറാ എന്ന് പറഞ്ഞ് നമ്മൾ സൂപ്പറെന്ന് പറയും. അപ്പോൾ ജാനിക്കുട്ടി രാവിലെ ഉറക്കണിട്ട് വന്ന കോലാണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയേക്കുക. അത് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഉറക്കണിട്ട് വന്ന കോലത്തിലയക്കുന്നത്. പിന്നെ രാവിലെ ചേച്ചിയും അനിയത്തിയും കൂടെ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. പിന്നെ അത് അടിയിൽ കലാശിച്ചു. ഇത് സ്ഥിരം പരിപാടിയാണ്, അതൊരു വിഷയമേ അല്ല. അപ്പോൾ ചേച്ചി അങ്ങോട്ട് പോയപ്പോഴും അനിയത്തിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നെ ഇറക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെ ഞാൻ പിടിച്ച് താഴെ ഇറക്കിയിട്ടു. പിന്നെ അവിടെ ചെന്നായി അടിയായി ബഹളമായി സ്നേഹമായി. പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ മുട്ടക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ മീനൊന്നും കിട്ടിയില്ല, മീൻകറി ചേച്ചി വന്നില്ല. ഇന്നും ഇനി വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് മുട്ട പൊരിക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് രാവിലെ കറിക്ക് ഉരുളക്കിഴങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് കഴുകി, സവാളയും പകുതി സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് അരിഞ്ഞ് മുളകും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ വേവിക്കാൻ വെച്ചു. കുക്കറിലാട്ടോ വേവിക്കുന്നത്. പിന്നെ എപ്പോഴും കുക്കറിൻ്റെ സ്ക്രൂ ഇളകി പോകും കേട്ടോ. പിന്നെ അതിനെ ടൈറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ എന്നും അതിനൊരു പണിയാണ് ഈ ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ കല്യാണിക്ക് കുറുക്ക് കാച്ചുന്നത്. എന്നും രാവിലെ എണീക്കുമ്പോൾ കുറുക്ക് കൊടുക്കും. അപ്പോൾ അത് റാഗിയാണോ കൊടുക്കുന്നത്. റാഗി ഇപ്പം ഇന്ന് ഞാൻ റാഗി കൊടുത്തില്ല, കാരണം കല്യാണിക്ക് ജലദോഷവും ഒക്കെയാണ്, ഒരു ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് റാഗി കൊടുത്തില്ല. ഹെൽത്ത് മിക്സ് ആയിട്ടോ കൊടുത്തതെന്ന്. അപ്പോൾ അതിൽ കുറച്ച് പാലും പനങ്കൽക്കണ്ടും കൂടെ ചേർത്തിട്ടാണ് കല്യാണിക്ക് കുറുക്ക് കാച്ചുന്നത്. പിന്നെ പാലൊക്കെ ഇവിടെ കൊണ്ടുവരും കേട്ടോ, നല്ല വീട്ടിലെ പശുവിൻ്റെ പാലാട്ടോ കിട്ടുന്നത്. പിന്നെ തേങ്ങാപ്പാൽ വേണമല്ലോ കറിക്ക്, അതുകൊണ്ട് തേങ്ങ ചിരകി. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ ജാനിക്കുട്ടി അവളെ കുറച്ച് പണി തിരക്കിലാണ്. രാവിലെ എൻ്റെ അവൾ കുറച്ച് കളറിങ്ങും ക്രാഫ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ അതവിടെ നിന്ന് മനസ്സമാധാനമായിട്ട് ചെയ്യും, നമ്മളൊരു ശല്യമൊന്നും ചെയ്യത്തില്ല. പിന്നെ കുറുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കല്യാണിക്ക് എപ്പോഴും നമ്മൾ പഴയ കുട്ടിച്ചാത്ത സിനിമയിൽ അത് കാണണം കേട്ടോ. എന്നും ഞാൻ ഈ കുട്ടിച്ചാത്തം കണ്ട് അതിൻ്റെ എല്ലാ സീനും എനിക്ക് മനഃപ്പാടമാണ്. അത് കുട്ടിച്ചാത്ത അത് പറയുകയും ചെയ്യും. ആ സീനിനെ വീണ്ടും ഇടണം, വീണ്ടും മാറ്റണം, വീണ്ടും ഇടണം, അങ്ങനെയൊക്കെയാണ്. എങ്ങനെയോ കുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ കറിയായി, പിന്നെ താളിച്ചിട്ടാൽ മാത്രം മതി കേട്ടോ ഇനി. പിന്നെ കല്യാണി ജാനിക്കുട്ടി വരുന്നതിന് മുമ്പേ ഞാൻ ഗോതമ്പ് ചപ്പാത്തി മാവിലൊക്കെ ഞാൻ ഉരുളയൊക്കെ ആക്കി വെച്ചു. കാരണം വന്ന പകുതി ഉരുള എടുത്തുകൊണ്ട് പൊക്കളെ, അല്ലെങ്കിൽ ഞാൻ വഴക്കുറഞ്ഞ് ഓട്ടിക്കും. കാരണം ആകെപ്പാടെ കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അവൾ കാണാതെ ഞാൻ പെട്ടെന്ന് ഉരുളയൊക്കെ ആക്കി പരത്താനുള്ള തത്രപ്പാടില്ലാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ വീഡിയോ ഒരു 100 പേരും പോലും കാണുമെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു കേട്ടോ. ആരും കാണില്ല എന്നൊക്കെ വിചാരിച്ചാണ് നിന്നത്. പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ചില വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ അതിനെ പെട്ടെന്ന് ഡൗൺ ആവുന്നു കേട്ടോ. 200 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം തന്നെ 193 സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്
എന്താണെന്ന് അറിയെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്യണേ, എന്താണ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കുറയാനുള്ള കാരണമെന്ന്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കുറയുന്നുണ്ട്. അപ്പോൾ അറിയാമെന്നുള്ളവരൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തി, പിന്നെ ജാനുക്കുട്ടിയെ വിളിക്കുക കഴിക്കാനായിട്ട്. ജാനുക്കുട്ടിയും കഴിപ്പിക്കാനും നല്ല പാടാണ് കേട്ടോ, കുറേ നേരം ഇരിക്കും. കുറേ നേരം ടി വി കണ്ട് കഴിപ്പിത്തിയിട്ടില്ല, കാരണം ടി വി കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെ ഇരിക്കും. ഫുഡ് അവിടെ തന്നെ ഇരിക്കും, ടി വി അങ്ങ് കണ്ടുകൊണ്ടങ്ങ് ഇരിക്കും, ഫുഡ് അങ്ങ് തീരത്തില്ല. കുറേ കഴിഞ്ഞ് ഫുഡ് അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ 2 പേർക്കും ഫുഡൊക്കെ കൊടുത്തു, ഞാനും കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടു. പിന്നെ കല്യാണിക്ക് ജലദോഷമായതുകൊണ്ട് നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അത് അവൾക്ക് തന്നെ പിടിക്കണം, അത് വായിലൊക്കെ വെച്ച് അവൾക്ക് തന്നെ പിടിക്കണം, എൻ്റെ കൈയൊക്കെ പിടിച്ചങ്ങ് മാറ്റുക. അങ്ങനെ ആ ഒരു യുദ്ധവും കഴിഞ്ഞു. പിന്നെ ജാനുക്കുട്ടിക്ക് ഡാൻസ് ഉള്ളതുകൊണ്ട് അവളെയൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് തലയൊക്കെ കെട്ടി ഒരുങ്ങുക കേട്ടോ. ജാനുക്കുട്ടിയുടെ ഫ്രണ്ടിലത്തെ പല്ല് ആയതുകൊണ്ട് ചിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അവൾ ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഇതാണ് ജാനുക്കുട്ടി ഡാൻസിൽ പോകുന്ന ലുക്ക്. നല്ല യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറി കല്യാണി താഴത്തെ ഒരു ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അങ്ങനെ 2 വീലറിലാണ് കൊണ്ടാക്കുന്നത്. പിന്നെ കൊണ്ടാക്കി ഞാൻ അവിടെ തന്നെ ഇരുന്ന് വിളിച്ചുകൊണ്ട് വരിക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റാ.